ഇന്ന് ചെന്നിത്തലയുടെ ചിഹ്നത്തലയ്ക്ക് പിടിക്കുമോ? UDF മുന്നണി യോഗം വരുന്ന ശനിയാഴ്ച കൂടുവാനിരിക്കെ KPCC ഭാരവാഹികളുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ 25ന്റെ പുരോഗതിയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. കൂടാതെ പുനഃസംഘടനയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചയ്ക്ക് വരും എന്നതാണ് വിവരം. നേതൃനിരയിൽ മുഖ്യ സ്ഥാനമുറപ്പിക്കുവാൻ പാർട്ടിയിൽ കിടമത്സരം നടക്കുന്നതിനിടെയാണ് യോഗം എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ ഈ മുഖ്യ വിഷയത്തെ ചർച്ച ചെയ്യുവാനുള്ള ധൈര്യം ഭാരവാഹികൾ കാണിക്കുമോ എന്നറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1.5 വർഷമുണ്ടെന്നിരിക്കെ KC വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ ചെന്നിത്തലയെ മുന്നിൽ നിർത്തി ആരംഭിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരിനെതിരെ നിശിത വിമർശനം യോഗത്തിൽ വരുവാൻ ഇടയുണ്ട്. PV അൻവറിന്റെ UDF പ്രവേശനവും ചർച്ചയായേക്കാം. ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ് ഇന്ന് യോഗം. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ വളരെ നല്ല രീതിയിൽ വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ UDF ഏതാണ്ട് നന്നായ ലക്ഷണങ്ങൾ കാണിച്ച് മുന്നേറുമ്പോഴായിരുന്നു പെട്ടെന്ന് ഉൾവിളിയുണ്ടായതുപോലെ ചെന്നിത്തലയുടെ ആ രംഗപ്രവേശവും ഷോ കാണിക്കലും. കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്ത ഒരു KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉണ്ടെന്നിരിക്കെ ഒരു സൂപ്പർ KPCC പ്രസിഡന്റായിയാണ് ചെന്നിത്തല വല്യപ്പൻ കളിക്കുവാൻ നോക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഇലക്ട്രൽ സംവിധാനത്തെ യാതൊരു രീതിയിലും സ്വാധീനിക്കുവാൻ കെൽപ്പില്ലാത്ത, കളങ്കിതരായ, സ്വാർത്ഥരായ, നിലപാടുകളില്ലാത്ത, ഏത് നിമിഷവും കൊഴിഞ്ഞു പോകാറായ, പൊതുജനങ്ങൾ കാര്യമായ വില കൽപ്പിക്കാത്ത 2 സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് ഒരു തിരിച്ചുവരവിനും അവരുടെ നോമിനി താനാണെന്നും വരുത്തി തീർക്കുവാനുള്ള, തന്റെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കുവാനുള്ള ചെന്നിത്തലയുടെയും ആ നിഴൽ യുദ്ധത്തിന് എണ്ണ പകരുന്ന KC വേണുഗോപാലിന്റെയും പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പിന് ഇറക്കേണ്ടിയിരുന്ന വലിയ ഫണ്ട് അവിടെ ചിലവഴിക്കാതെ നാണംകെട്ട തോൽവിക്ക് അധ്യക്ഷത വഹിച്ച ചിന്നത്തലയും ആശാനും അതിപ്പോൾ കേരളത്തിൽ PR വർക്കിന് ഇറക്കിയതോടെയാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് തുടക്കം. കാശിറക്കിയതോടെ താനൊരു തിരിച്ചുവരവിന് ജീവൻ മരണക്കളിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. ഒപ്പം നിന്നാൽ ഒന്നിച്ചു വരാം എന്ന സന്ദേശം നൽകിയാണ് അധികാരമോഹികളായ പഴയ പണി കിട്ടാൻ സാധ്യതയുള്ള താപ്പാനുകളെല്ലാം കൂട്ടുപിടിച്ച് ചെന്നിത്തല കളികൾ ആരംഭിച്ചത്. കോടികൾ നൽകി മുഖ്യധാരാ മാധ്യമങ്ങളുമായി ഒരു സഖ്യമുണ്ടാക്കിയപ്പോൾ അവരിപ്പോൾ ചെന്നിത്തലയുടെ ബൈറ്റുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ചെന്നിത്തലയ്ക്കൊപ്പം കൂടിയിട്ടുണ്ട്. അങ്ങനെ മാധ്യമ സിൻഡിക്കേറ്റുകളുമായി സഖ്യമുണ്ടാക്കി തനിക്കാണ് ഇവിടെ ജനപ്രതിനിധി കൂടുതൽ എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടെ ചെന്നിത്തലയ്ക്ക് പിന്നാലെയും ഇപ്പോൾ കുറെ പേരെ നമുക്ക് കാണാം. പാർട്ടി അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ അഭിപ്രായം പറയേണ്ടുന്ന സ്ഥലത്തെല്ലാം തിരികെ കയറി ചെന്നിത്തല അഭിപ്രായം പറഞ്ഞു മാധ്യമശ്രദ്ധ നേടാൻ നോക്കുന്നു, ആളാകുന്നു. ആരോഗ്യ കാരണങ്ങളാൽ സുധാകരൻ മിണ്ടാതിരിക്കുന്നു, VD സംയമനം പാലിക്കുന്നു. മാധ്യമങ്ങൾ ചൊറിയുന്ന ചോദ്യങ്ങൾ VDയോട് ചോദിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സൗമ്യത പാലിക്കുന്നു. എത്ര നാൾ? ഒരു പരസ്യ യുദ്ധത്തിലേക്കോ വാഗ്വാദത്തിലേക്കോ പോകാതെ സുധാകരനും VD സതീശനും ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് പാർട്ടിയുടെ നന്മയെ കരുതി എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ ചെന്നിത്തല ഓരോ ദിവസവും ചെല്ലുന്തോറും അമിതാവേശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നിത്തലയെ പ്രതിരോധിക്കുവാനായിരിക്കും, ചുരുക്കം പറഞ്ഞാൽ ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഴുവൻ ശ്രദ്ധയും. പഴയ AI ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിച്ച് പഴയ താപ്പാനുകളെയും കസേരമോഹികളെയും കൂട്ടിയിണക്കി ചെന്നിത്തല പക്ഷവും അപ്പോൾ സ്വാഭാവികമായും യുവനേതാക്കളും പുരോഗമന ചിന്താഗതിക്കാരും ഒന്നായി VD സതീശ് പക്ഷവും ഉണ്ടാകുവാനുള്ള രീതിയിലേക്കാണ് ചെന്നിത്തലയുടെ അതിരുവിട്ട പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ കാലം മാറിയതും ചിന്താഗതി മാറിയതും ഒന്നും ചെന്നിത്തല കാര്യമാക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ണാടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ലൈവായി കാണുകയാണ്. ഈ അമിതാവേശം UDFനെ ഒന്നടങ്കം ശിഥിലമാക്കും എന്ന് അദ്ദേഹം അറിയുന്നില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം കൈവരിക്കുവാനുള്ള ഏറ്റവും സാധ്യത ഇപ്പോഴും UDFന് തന്നെയാണ്. പക്ഷേ ചെന്നിത്തലയുടെ അമിതാവേശം, അമിതാഗ്രഹം അത് നശിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കുന്നു. കോൺഗ്രസ് കേരളത്തിലും പട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന KPCC നേതാക്കൾ ഇന്ന് നടക്കുന്ന ഭാരവാഹി യോഗത്തിൽ ചെന്നിത്തലയ്ക്ക് മൂക്കുകയറിടുവാൻ ശ്രദ്ധിക്കണം. ചെന്നിത്തലയ്ക്ക് പ്രതിരോധം തീർക്കുവാൻ മറുഭാഗം ഇറങ്ങിയാൽ പാളയത്തിൽ തന്നെ പടയാകും. വിജയന്റെ ഭരണത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഒരു കാലത്തും നിങ്ങൾക്ക് മാപ്പ് തരികയുമില്ല. അതുപോലെ അധമനെന്ന് തെളിയിച്ച PV അൻവറെ UDFിൽ കൊണ്ടുവന്നാൽ മൂത്താപ്പായ്ക്കും അനുയായികൾക്കും ഒരുപക്ഷെ സന്തോഷമാകുമെങ്കിലും UDFനെ അത് കൂടുതൽ ശിഥിലമാക്കും, നിത്യ തലവേദനയാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കുറെ വാടക ഗുണ്ടകളുമായി ചേർന്ന് ഫോറസ്റ്റ് ഓഫീസ് തകർത്ത ഒരു ക്രിമിനലിന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പരിവേഷം കൊടുത്ത് UDFിൽ കൊണ്ടുവന്നാൽ അത് UDFന് ദോഷം ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിലവിലെ സാഹചര്യത്തിൽ അൻവർ UDFന് ഒരു അത്യാവശ്യവുമല്ല.
ബാധ്യതയാണ് എന്ന് തിരിച്ചറിയണം. കൊട്ടയിലും കൗബിനത്തിലും അടക്കുവാൻ പറ്റാത്ത അൻവറെ എടുത്താൽ വഴിയാധാരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കനത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നല്ലൊരു നേതാവിനെ കണ്ടെത്തി നിലമ്പൂരിൽ നിർത്തിയാൽ ഈ തരംഗത്തിൽ ജയിച്ചു പോരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അൻവർ ഇനി തിരികെ LDFന്റെ കൂട്ടിൽ കയറുവാൻ ചെന്നാൽ അൻവർ കൂടുതൽ നാറുകയുള്ളൂ, ദുർബലനാകുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. PV അൻവറെ എടുത്തു വച്ചാൽ ഒരിക്കലും ഒരു മുന്നണി സംവിധാനത്തിൽ കൊള്ളാത്ത ഒരു ഇരുതലവാളിനെയായിരിക്കും എടുത്തു വെക്കുന്നത് എന്നോർക്കുക. അൻവറിന് പ്രതിരോധം തീർക്കുവാനായിരിക്കും പാർട്ടിയുടെ മുഴുവൻ സമയവും പിന്നീട് ചെലവിടേണ്ടി വരുന്നത്. അതുപോലെ നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ അമിതാവേശം പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. അങ്ങനെ ഒരു ജനപിന്തുണയുള്ള കരിഷ്മയുള്ള നേതാവല്ല രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ. മുന്നണിയിൽ നിന്നും മാറ്റി ഏതെങ്കിലും ഒരു ആലങ്കാരിക പദവി നൽകി ആദരിച്ച അദ്ദേഹത്തെ ഗാലറിയുടെ മുൻനിരയിൽ ഇരുത്തുക. ഇപ്പോൾ ചെന്നിത്തല നടത്തുന്നത് മുഖ്യമന്ത്രി കസേര കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് എന്ന് ഏത് അൻവറിനും അറിയാം എന്ന് മനസ്സിലാക്കുക. ചുരുക്കം പറഞ്ഞാൽ ഒരപ്പനുള്ള സ്ഥിതിക്ക് അപ്പം കളിക്കാൻ ഇനി ആരും ഇറങ്ങേണ്ട എന്ന് തറപ്പിച്ച് പറയുക. KPCC മീറ്റിംഗ് കഴിയുമ്പോഴെങ്കിലും ചെന്നിത്തലയ്ക്ക് അടക്കം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.